എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ ആഡ് ചെയ്തിരിക്കുന്ന 10 പ്രൊജക്റ്റ് അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റും ഓരോ എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ GCD കോയിൻ്റെ ഫൗണ്ടറായ ജയകുമാർ സാറാണ് സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. GCD കോയിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. GCD ടോക്കണിന്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും നമ്മൾ തിരഞ്ഞെടുത്തേണ്ട മറ്റൊരു കാര്യം, ഇന്ന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വസ്ത്രങ്ങളും മറ്റു ഉപകരണങ്ങളെല്ലാം വേണ്ടത് എല്ലാം പർച്ചേസ് ചെയ്യുന്നതെല്ലാം നമ്മൾ നേരിട്ട് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തില് നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഒക്കെ നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ GCD ടോക്കൺ മെമ്പേഴ്സ് തന്നെ നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു ഗ്രോത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അത്തരത്തില് ജനങ്ങൾക്ക് ആവശ്യമുള്ള നല്ല പ്രൊഡക്റ്റുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്ന പല ഉൽപ്പന്നങ്ങളും, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നുവേണ്ട സർവ്വ സാധനങ്ങളിലും മായം ചേർത്ത ഉൽപ്പന്നങ്ങളാണ്. പല പല വലിയ കമ്പനികൾക്ക് പോലും സർക്കാർ അതിന് അന്വേഷണ വിധേയമായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അത് മായം കലർത്തിയ ഉൽപ്പന്നമാണെന്ന് അറിഞ്ഞിട്ട് പോലും അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തില് നല്ല ഭക്ഷ്യോൽപ്പന്നം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എവിടുന്ന് കിട്ടും, ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രൊജക്റ്റായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പരമാവധി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതായത് ഭക്ഷ്യോൽപ്പന്നങ്ങൾ, അത് മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, അരിപ്പൊടി, ഗോതമ്പൊടി എന്നുവേണ്ട സർവ്വ സാധനങ്ങളും പരമാവധി നമുക്ക് നമ്മുടെ GCDയുടെ പേരിൽ തന്നെ ഇറക്കാനുള്ള പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യും. എന്നാലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ചില സാഹചര്യത്തിന്റെ പേരിൽ മറ്റുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും നമുക്ക് നമ്മുടെ ഷോപ്പുകളിൽ വിൽക്കേണ്ടി വരും. എന്നാൽ പോലും ജനങ്ങൾക്ക് 100% വിശ്വാസത്തോടെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന GCDയുടെ ഉൽപ്പന്നങ്ങളാക്കി നമ്മൾ കൊണ്ടുവരിക, അതിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. നമുക്കറിയാം, ഇന്ന് എന്ത് തന്നെയാണെങ്കിലും എല്ലാം മായം കലർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരാം. അതിന് നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചേ പറ്റൂ. പരമാവധി നമ്മൾ തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് GCDയുടെ പേരിൽ തന്നെ നമ്മൾ ഇറക്കാനുള്ള പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യും. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യന്റ് ഉള്ളത് നാട് നമ്മളെ കേരളമാണ്. അതിന്റെ കാരണം തന്നെ പച്ചക്കറി ആയിക്കോട്ടെ, വ്യഞ്ജനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലത്തെ സാഹചര്യം. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ സ്വയം നല്ല സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റുകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് അത്തരത്തില് ഉള്ള പ്രസ്ഥാനങ്ങൾ അപൂർവമാണ്. എല്ലാവർക്കും കൂടുതൽ ലാഭം കിട്ടുവാൻ വേണ്ടിയിട്ട് അവര് അതിനകത്ത് മായം ചേർക്കുന്നു. നമുക്കറിയാം, പല അച്ചാർ ഐറ്റംസ് തന്നെ വർഷങ്ങളോളം ഇന്നാലും അതിന് ഒരു കേടും സംഭവിക്കില്ല. അതിന്റെ കാരണം എന്തുവാ? അതിനകത്ത് ചേർക്കുന്ന കെമിക്കലിന്റെ കാഠിന്യം കൊണ്ട് തന്നെയാണ് അത് മോശമാകാണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ഭക്ഷ്യോൽപ്പന്നം ആയിക്കോട്ടെ, നമുക്ക് മാസക്കണക്കിനും വർഷക്കണക്കിനും ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് കൊണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരമാവധി നല്ല ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോജക്റ്റ്. അപ്പൊ ഇത്തരത്തില് നല്ല നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന GCD സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റൊക്കെ വരാൻ പോവുകയാണ്. അത് ഓരോ വർഷവും
ഓരോ പ്രൊജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത്തരത്തില് ജനങ്ങളെ കൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.